ആ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്താണെന്നറിയോ? പലപ്പോഴും നമുക്കൊന്ന് റീസെറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള കാര്യം നമ്മൾ തന്നെ മറന്നു പോകുന്നൊരു സമയമുണ്ട്. ആദ്യമായി വേണ്ടത് വി ഷുഡ് അക്നോളജ് ദാറ്റ് വി ഷുഡ് ഹിറ്റ് ദ റീസെറ്റ് ബട്ടൺ എന്നുള്ളതാണ്. എന്നും ചെയ്യുന്ന ജോലി, എന്നും കാണുന്ന ആളുകൾ, എന്നും ചെയ്യുന്ന ഒരേ തരം കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പൈലപ്പായിട്ട് ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ ആണെങ്കിലും ഒരു ലാപ്ടോപ്പ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും അതിൻ്റെ മാനുഫാക്ചറേഴ്സ് പറയുന്നൊരു കാര്യമുണ്ട്. അതിനെ ഇടയ്ക്കിടയ്ക്ക് റീസ്റ്റാർട്ട് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് റീസെറ്റ് ചെയ്യണം എന്നുള്ളത്. കാരണം അതിൻ്റെ ഒപ്റ്റിമൽ എഫിഷ്യൻസിയിൽ ആ ഒരു മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് റീസെറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഈ റൊട്ടീനായിട്ടുള്ള ജോബുകൾ ചെയ്ത്, റൊട്ടീനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഉള്ളിലും കുറേ ടെമ്പററി ഫയൽസും കുറേ ക്യാഷ് മെമ്മറിയിലുള്ള ഫയൽസും ഒക്കെ ഇങ്ങനെ പൈലപ്പായിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ സെൽഫായിട്ട് റിമൂവ് ചെയ്യാനുള്ള മെക്കാനിസം ഒരുപക്ഷെ നമ്മുടെ മൈൻഡിനോ നമ്മുടെ ബ്രെയിനോ ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ബോധപൂർവം നമ്മൾ, അതിപ്പോൾ എത്ര വലിയ ഓർഗനൈസേഷൻ ആയാലും അതിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് ഇടയ്ക്ക് ബ്രേക്ക് കൊടുക്കുന്നതും ഇടയ്ക്ക് ടൂർ പോകുന്നതും ഇടയ്ക്ക് എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകുന്നതും ഒക്കെ ഈ ഒരു കാര്യത്തിൻ്റെ പേരിലാണ്. ഒന്ന് റിജുവിനേറ്റ് ആകാൻ, ഒന്ന് റിഫ്രഷ് ആകാൻ, ഒന്ന് റീസെറ്റ് ആകാൻ എല്ലാവരും കൊതിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ വർക്ക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഏത് സ്ഥാപനമായാലും മിനിമം ആളുകളെ വെച്ചുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാലമാണ്. അതിപ്പോൾ ഞാനായാലും ഇർഫാനായാലും ഒക്കെ നമ്മൾ ഒരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ആ എംപ്ലോയീസിനെ ഒന്ന് റിജുവിനേറ്റഡ് ആയി ഇരുത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് റിജുവിനേറ്റഡ് ആയി മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ ഒപ്റ്റിമൽ ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ റീസെറ്റ് ബട്ടൺ ഇടയ്ക്ക് പ്രസ് ചെയ്യാനുള്ള ഒരു കാര്യം അവർ മറന്നാലും എംപ്ലോയേഴ്സ് മറക്കരുത്. തൊഴിൽദാതാവ് ആ റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്യാനുള്ള വിശാല മനസ്സുള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്.